നമ്മുടെ നാട്ടിലൊന്നും ശ്മശാനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഗുളികൻ എന്ന് പറയുന്ന ഒരു ദേവതാണ്. അതായത് വല്ലാത്തൊരു രൂപമാണ്. ആകാശമുട്ട നീളമുള്ള കരിമ്പന പോലെ കൈകളും കാലുകളും ഉള്ള ഒരു രൂപമാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുന്നത് ഒരു വല്ലാത്തൊരു കണ്ണാ തുറക്കുന്നത്. ഈ ഒരു ദേവതയെ 3 ഭാഗങ്ങളായിട്ട് 3 രൂപങ്ങളായിട്ടാണ് കാണുന്നത്. ഗുളിക എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്ക് ഗുളികൻ തന്നെയാണ് രക്ഷിക്കുന്നത്. ഇപ്പോഴും പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഈ ഗുളികനെ പ്രത്യക്ഷപ്പെടുത്തിയത് കൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഗുളികനെ ഉപയോഗിക്കേണ്ട രീതിയിലേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കൂടെ ഗുളികൻ ഉണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ട് ഗുളികനെ തൊണ്ട് തന്നെ എല്ലാ പരിപാടിയും ചെയ്യിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയുള്ള രൂപമല്ലല്ലോ. ഈ യുദ്ധത്തിന് മുമ്പ് ഗുരുതി കൊടുക്കുന്നതിന്റെ കാരണം എന്താ? രക്തം കണ്ടിട്ടുള്ള മനസ്സിന്റെ ഭയത്തിനല്ലേ രക്തം. ദേവന്റെ പേര് വിളിച്ചുകൊണ്ട് ദേവൻ അർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പം കൊണ്ട് നമ്മൾ അറക്കുന്ന ഒരു സാധനം അത് ഗുരുതി തന്നെയല്ലേ. കുറച്ച് ആളുകൾ കൂടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ആടിനെ മേടിച്ച് കണ്ടിച്ച് നമ്മളൊന്ന് ബിരിയാണിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ആ പരിവേഷം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അവിടെ എന്താ വ്യത്യാസം? ഈ ഉപാസനയിലേക്ക് കടന്നു വന്ന സമയത്ത് എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറയാമോ? അത് ഞാൻ തമിഴ്നാട് ഒരു സ്ഥലത്ത്, കാരണം നമ്മുടെ നാട്ടിലൊന്നും ശ്മശാനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഗുളികൻ എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ട്. അതായത് നമ്മുടെ വടക്ക് ഭാഗത്തേക്കൊക്കെ ഗുളികൻ എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ട്. അതായത് വല്ലാത്തൊരു രൂപമാണ്. ആകാശമുട്ട നീളമുള്ള കരിമ്പന പോലെ കൈകളും കാലുകളും ഉള്ള ഒരു രൂപമാണ്. അതിന്റെ ഫുൾ ഇത് ഞാൻ പറയാത്തതാണ്. അപ്പൊ ആ ഒരു രൂപത്തിലുള്ളൊരു ദേവത. അപ്പൊ ഈ ദേവതയെ സ്വായക്തമാക്കണം എന്നുള്ള ധാരണയിൽ ഒരു മന്ത്രത്തോട് കൂടിയിട്ട് ഞാനിതിൽ ഇരിക്കാൻ പോയിട്ടുണ്ട്. അത് തമിഴ്നാട് ഇവിടെ പോകുന്ന വഴിയാണ്. രാമേശ്വരം അല്ല രാമേശ്വരം തന്നെ. അപ്പൊ അവിടേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു ശ്മശാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ അവിടെ പോയി ഇതേമാതിരി തന്നെ രാത്രി ഒരു 11 മണിക്ക് ശേഷം ഇരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കുറച്ചു നേരം കഴിഞ്ഞൊരു ഇങ്ങനെ നോക്കിയാലും ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ തോന്നൽ. കാരണം ആ സമയം എനിക്ക് റിലേ ഉണ്ടാവില്ല. കാരണം ജപിത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂമിയിലൊന്നും അല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുന്നത് ഒരു വല്ലാത്തൊരു കണ്ണാ തുറക്കുന്നത്. ആ കണ്ണില് ഒരു കരടാവാൻ പോലെയുള്ള വലിപ്പം എനിക്കില്ല എന്നുള്ളതാണ് സത്യം. വലിയൊരു കണ്ണ്. ആ കണ്ണ് തുറന്ന ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഇതൊന്നൊക്കെ മാറി വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വരികയാണ്. വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വാവിട്ട് ഒച്ച ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഭയപ്പെട്ട് കരയാൻ ഒരു സൗണ്ടും പുറത്ത് കേട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അവിടുന്ന് പെട്ടെന്ന് എന്തോ ഒരു ധൈര്യം വന്നിട്ട് പിന്നെ ഞാൻ ചീത്ത വിളിക്കരുത്. ആളെ പേടിപ്പി എങ്ങനെയാണോ വരുന്നത്, അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം എനിക്ക് നല്ല രൂപത്തിൽ കാണണം എന്നുള്ള ആവശ്യം പറഞ്ഞ അവിടെ തന്നെ ഇരുന്നു. ആ സമയത്ത് ആ ഭയം പെട്ടെന്ന് മാറുകയും ചെയ്തു. പെട്ടെന്ന് ഒരു ധൈര്യം വരികയും ചെയ്തു. എനിക്ക് ശരിക്കും ഒന്ന് കാണണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം 3 പേരായിട്ടാണ് പിന്നെ ഞാൻ കാണുന്നത്. ഈ ഒരു ദേവതയെ 3 ഭാഗങ്ങളായിട്ട് 3 രൂപങ്ങളായിട്ടാണ് കാണുന്നത്. അത് മുന്നിൽ അവിടെ വെച്ച് തന്നെ. അതിനുശേഷം പിന്നെ ആ ഒരു ദേവതയെ വെച്ച് തന്നെ എനിക്ക് പല രൂപങ്ങളും കാണിക്കാനും ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ആ 3 ഭാവങ്ങൾ എന്തൊക്കെയാണ്? അത് 3 പേരാണ്. ഒരു വലിയ ഒത്തൊരു രൂപത്തിലുള്ള ഒരാളും മറ്റു 2 സൈഡിലും 2 ചെറിയ രൂപങ്ങളുമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഏതെന്നൊക്കെ ഉള്ളത് ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു രൂപത്തിലാണ് കാണുന്നത്. അതൊരു വല്ലാത്തൊരു രൂപം തന്നെയാണ് ആ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഭയപ്പെടുത്തുന്ന രൂപം. കാരണം ഭയപ്പാട് ഉണ്ടാവുന്ന ഒരു തോന്നലല്ല ആ സമയത്ത് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഉണ്ടാവുമെങ്കിലും എനിക്ക് ആ സമയത്ത് ആദ്യം ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഭയപ്പാടിന്ന് പെട്ടെന്ന് ഒരു ധൈര്യം വന്നു. ആ ധൈര്യത്തിൽ ഇരുന്നാണ് പിന്നെ ഞാൻ ഈ രൂപം കാണുന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് കുറെ മാറ്റങ്ങളാണ് വരുന്നത്. പിന്നെ ഒന്നിനെയും പേടിയില്ലാത്തൊരവസ്ഥയായി. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വാതയിളകി എന്ന് പറഞ്ഞതൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ട് ചെയ്ത് തീർത്ത് പോരാറുണ്ട്. വളരെ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്ത് തീർത്ത് പോരാറുണ്ട്. ഇതിനോട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അതായത് ഈ രൂപം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ അവിടെ നിന്നുണ്ടായത് ഒരു സംസാരങ്ങളാണ്. അത് പിന്നീട് നമുക്ക് ഇവിടെ പറയരുത് എന്നുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെയാണ്. കാരണം അത് ഉപാസനയുടെ ആ ഒരു ജപത്തിന്റെ ആ ഒരു രീതി തന്നെയാണ്. പിന്നെ അത് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനോ എനിക്ക് പാടില്ല. അത് ഗുളികൻ തന്നെയായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഗുളിക എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ഗുളിക എന്ന് പറയുന്നത് ഇതാണ്. മഹാദേവനെ ഓടിച്ച സമയത്ത് കാലിനില്ലാത്തൊരു കാലം വരികയും മഹാദേവന്റെ പെരുവിരലിൽ നിന്നും പൊട്ടി പുറപ്പെട്ടു എന്നാ പറയണം ഗുളികൻ എന്ന് പറയുന്നത്.
അത് ശരിക്കും അതിന്റെ ക്ഷേത്രം വരുന്നത് തൃപ്ലങ്ങോട്ടാണ്, അതായത് തിരൂര് ഭാഗത്ത്. തൃപ്ലങ്ങോട് കാലഗുളികൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ വരുന്നത്. ശരിക്കും കാലഗുളികൻ മാത്രമല്ല, അതിൽ ഒരുപാട് ഗുളികന്മാരുണ്ട്. 108 ഗുളികന്മാരുണ്ട്, 48 ഗുളികന്മാരുണ്ട് എന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോരോ രീതിയാണ് പറയുന്നത്. നമ്മുടെ കൂടെ തന്നെ ഇപ്പം ഈ കുറച്ച് ഗുളികന്മാർ, കുറച്ച് സംഖ്യ പറയുകയാണെങ്കിൽ കുറച്ച് രൂപത്തിലുള്ള ഗുളികന്മാർ തന്നെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെന്നാ പറയുന്നത്. ആ വന്ന 3 എണ്ണവും 3 ഗുളികന്മാരായിരുന്നു? അല്ല, ഗുളികനും ഗുളികന്റെ ബാക്കി ഭൂതഗണങ്ങളും എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ എന്നോട് അറിഞ്ഞ ഒരു കാര്യം. മറ്റ് ഗുളികന്മാർക്കൊക്കെ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്, രൂപങ്ങൾക്ക് തന്നെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പൂജയിൽ ഈ മന്ത്രം കൊടുക്കുമ്പം പറയുന്നുണ്ട്, നമ്മള് എന്താ പറയാ, ധ്യാനം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവത ഇങ്ങനെയാണ് എന്നുള്ളത് വിവരിക്കുന്ന ഒരു രൂപമാണ്. ദേവതയുടെ രൂപവും ഭാവവും എല്ലാം വിവരിക്കുന്നത്, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ധ്യാനം, ആ ഇത് ചൊല്ലിയിട്ട് ആ രൂപത്തില് ദേവതയെ മുന്നിൽ കാണണം എന്നാണ് പറയുന്നത്. ആ ധ്യാന ശ്ലോകം എങ്ങനെയാണോ അതേപോലെ അതാണ് ദേവതയുടെ രൂപം എന്ന് പറയുന്നത്. മനസ്സിലാ? അപ്പൊ അതിന്റെ മുന്നേ ആ ദേവത ഉണ്ടാക്കിയ ഋഷി, അതിന് വേണ്ട ഛന്ദസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതുമുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഓരോരോ ദേവതകളെയും നമ്മൾ പറയുന്നത്. ഇപ്പം ഭദ്രകാളി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സങ്കല്പം നൽകുകയാണ്. സങ്കല്പം നൽകിയിട്ടാണ് അതിനെ വിളിക്കുന്നത്. പക്ഷെ എന്റെ രീതിയിൽ ധ്യാനം ഉള്ളത് ഞാൻ മാറ്റിവെക്കും. കാരണം ഞാൻ വിളിക്കുന്ന ദേവത ഏത് രൂപത്തിൽ വരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. വന്നു കഴിഞ്ഞാൽ കാണാം ഇന്നതാണ് രൂപം. ധ്യാനം ഞാൻ ജപിക്കാറില്ല. ഒരു ദേവതയ്ക്കും ധ്യാനം ജപിച്ചിട്ടുള്ള ഒരു അവസ്ഥ വളരെ കുറവാണ്, ആണ് എന്റെ രീതി. അപ്പൊ അങ്ങനെ വന്ന ഗുളികൻ തന്നെയാണോ പിന്നീട് എപ്പോഴും രക്ഷയ്ക്ക് വരുന്നത്? അതെ, ആ ഗുളിക എന്ന് വിളിക്കുന്ന സമയത്ത് എനിക്ക് ഗുളികൻ തന്നെയാണ് രക്ഷയ്ക്ക് വന്നത്. ഇപ്പോഴും പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഈ ഗുളികനെ പ്രത്യക്ഷപ്പെടുത്തി ഗുളികൻ മാത്രമല്ല ആ രൂപത്തിൽ ഈ ഗുളികനെ പ്രത്യക്ഷപ്പെടുത്തിയത് കൊണ്ടാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഗുളികനെ ഉപയോഗിക്കേണ്ട രീതിയിലേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ കൂടെ ഗുളികൻ ഉണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ട് ഗുളികനെ തൊണ്ട് തന്നെ എല്ലാ പരിപാടിയും ചെയ്യിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശരിയുള്ള രൂപമല്ലല്ലോ. അപ്പം ചില ദേവതകൾ കൊണ്ട്, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഏത് രൂപത്തിലുള്ള ദോഷമായിട്ടാണ് നിങ്ങൾ വരുന്നത്, ആ രൂപത്തിനെയാണ് നമ്മൾ, ആ ഒരു ദോഷത്തിനെയാണ് നമ്മൾ തീർക്കേണ്ടത്. അപ്പൊ അതിന് ഉപയോഗിക്കേണ്ടത് ഏത് ദേവതയാണെന്നോ ഏത് മന്ത്രമാണെന്നോ നമുക്ക് ഒരു ഉള്ളിലൊരു തോന്നലുണ്ടാവും. ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ ദേവതയാണ് വേണ്ടത് ആയിരിക്കാം. അതെന്തുകൊണ്ടാണ്? അതിപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ വയലന്റ് ആയി നിൽക്കുകയാണ്. നിങ്ങൾ ആ വയലിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാരാ? സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ. നിങ്ങൾ വയലന്റ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും തണുപ്പിക്കാൻ ഏറ്റവും സുഖം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് ഒന്നുമില്ല അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, മകളായിരിക്കാം, അല്ലെ? അപ്പൊ ഓരോരോ സമയത്ത് ഉപയോഗിക്കേണ്ട ആളുകൾ അങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ചില ദേവതകള്, ചില ബാധാദുരിതങ്ങളൊക്കെ തുള്ളി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഒരു ഇതും ഉണ്ടാവില്ല, രൂപം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പല ദേവതകളെയും വിളിച്ചു നോക്കും, ഏത് ദേവതയാണോ അതിന് ഫലവത്തായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവത വെച്ച് അതിനെ ഇറക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ അതിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ്. കാലാകാലം നമ്മളുടെ അടിമയായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചില രൂപത്തിനേക്ക് ഇറക്കേണ്ടി വരാറുണ്ട്. ചിലതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല, ആ ശരീരത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ പിന്നെ അതിനെ നശിപ്പിച്ച് കളയേണ്ട അവസ്ഥയുണ്ട്. അതിപ്പം ആ രൂപത്തിൽ നിന്ന് ചിലപ്പോൾ ചില ഹോമാദി കർമ്മങ്ങളിലേക്കൊക്കെ ആ ഇതിനെ ഡയറക്റ്റ് ആവാഹിച്ച് ഹോമത്തിലേക്ക് ഇടുന്ന ഒരു രൂപമുണ്ട്. മനസ്സിലായോ? അരിയും തിരിയും പൂവും വെച്ച് ആവാഹിച്ചിട്ട് നേരെ ഹോമകുണ്ടത്തിൽ തീയിലേക്ക് തന്നെ ഇട്ട് കളയുന്ന ഒരു രൂപമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ദേവതയെ നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നീട് ആ ദേവതയെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്? നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നില്ല, നമ്മളൊരു ദേവതയെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അല്ല, അപ്പൊ അഗ്നിയിലേക്ക് എന്തിനാണ്? അത് ആ ബാധയാണ്, ബാധ. അതിപ്പം പലരും പറയാറുണ്ട്, നിങ്ങളുടെ പിതൃക്കളെയൊക്കെ ഞാൻ ആവാഹിച്ച് കൊണ്ടുപോവുകയാണ്, ഇനി നിങ്ങൾ അവർക്ക് ബലിയിടരുത്, അവർക്ക് വേണ്ടി കർമ്മം ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും കഴിയാത്തൊരു കാര്യം. കാരണം നിങ്ങളുടെ ആ ഒരു പൂർവികം എന്ന് പറയുന്നത് നിങ്ങളുടെ DNA യിലാണ് ഇരിക്കുന്നത്, അല്ലെ? അതെ. ആ ഈ DNA ഇതിനെ ആവാഹിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ ഈ ആവാഹനം എന്ന് പറയുന്നത് എന്താ? ആ ഒരു എനർജി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പെടുന്നത് ആ എനർജി അല്ലേ ആവാഹിക്കുന്നത്. ഈ DNA ആയാലും ശരി, DNA ഇരിക്കുന്ന ഈ പൂർവികമായാലും ശരി, അതിൽ ഏറ്റിരിക്കുന്ന നെഗറ്റീവിനെയാണ് ഈ ആവാഹിക്കുന്നത്.
അത് നെഗറ്റീവിന് ആവാഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് ഭക്ഷണം ഇത്യാദികൾ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ രീതി. ഇപ്പം നമ്മൾ ഇതിൽ പറയുന്ന പോലെ വെജിറ്റബിൾ ഉത്തമത്തിൽ ഗുരുതി പറയുന്നുണ്ട്. രക്തം എന്നുള്ളൊരു സങ്കല്പമാണ് മഞ്ഞളും ചുണ്ണാമ്പും കലക്കിയാൽ വരുന്നത്. ഇത് ഉത്തമത്തിൽ എങ്ങനെയാണ് ഗുരുതി കൊടുക്കുക? രക്തത്തിന് വെജിറ്റേറിയൻ രക്തവും നോൺ വെജ് രക്തവും ഉണ്ടോ? ഇല്ല. എൻ്റെ സംശയങ്ങൾ അങ്ങനെയൊക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊന്നും പഠിച്ച ആളല്ല, പക്ഷെ പ്രവർത്തിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിലും ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് എന്നുള്ള രീതിയാണ്. പക്ഷെ ഈ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളെ പറ്റിക്കുന്നുണ്ട്. ഗുരുതിയിൽ ഉത്തമവും മധ്യമവും ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല, എനിക്കറിയില്ല അത്. കാരണം ഗുരുതി എന്ന് പറയുന്നത് രക്തം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളിപ്പം കുമ്പളങ്ങ വെട്ടുന്നു അല്ലെങ്കിൽ തേങ്ങ വെട്ടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ജീവൻ കൊടുക്കുക എന്നുള്ള സങ്കല്പം തന്നെയാണ്. ഇതിന് ഈ സങ്കല്പം ചെയ്യണേ, ഡയറക്റ്റ് കൊടുത്തൂടെ? ഈ സങ്കല്പം ചെയ്യാന്ന് പറയുന്നത് പറ്റിക്കുന്നതിന് തുല്യല്ലേ? അതെ, സങ്കല്പമാണെങ്കിൽ അവരുടെ ജീവനാണ് ബലി കൊടുക്കുന്നത്. അപ്പൊ അത് പറ്റിക്കല്ലേ? അത് നേരെ മറിച്ച് അത് തന്നെ അങ്ങനെ തന്നെ കൊടുക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊരു ദുരാചാരമല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോടെ, ഇന്നത്തെ കാലത്ത് ദുരാചാരമാണ്. പണ്ട് നല്ല ആചാരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വൃദ്ധസദനങ്ങളില്ലായിരുന്നു, ചെറിയ മക്കൾക്കുള്ള ബുദ്ധിമുട്ടുകളില്ലായിരുന്നു, അനാവശ്യമായിട്ടുള്ള തോന്നിവാസങ്ങളില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നല്ലോ. ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഇച്ചിരി കാശുള്ളവന്റെ അഹംഭാവം മാത്രമായിരുന്നു, അല്ലേ? ഇന്നതാണോ സ്ഥിതി? ഇന്ന് ആ സമയത്ത് അഹംഭാവങ്ങളായിരുന്ന പല കാര്യങ്ങളും ഇന്ന് ആചാരങ്ങളായിട്ട് കൊണ്ടാടുന്നില്ല ആളുകൾ. പക്ഷെ ഈ ഗുരുതി എല്ലാം ഒരു ദുരാചാരത്തിന്റെ ഇതിലല്ലേ, പരിധിയിലല്ലേ വരുന്നത്? മനുഷ്യരക്തം കൊടുക്കുക എന്നുള്ളതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കോഴിയെ വെട്ടി കൊടുക്കുന്നതിന് ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നില്ലേ? നമ്മൾ കഴിക്കാൻ വേണ്ടി ഇപ്പൊ എത്ര കോഴിയെ വെട്ടുന്നുണ്ട്? ഒരുപാട് കോഴിയെ വെട്ടുന്നുണ്ട്. ഇത് കഴിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? അതിൽ നമ്മളൊരു സങ്കല്പം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രക്തം നമ്മൾ ഈ ഓടയിൽ ഒഴിച്ച് കളയുന്നതിന് പകരം അത് നമ്മൾ കാണുന്ന ഒരു ദേവതയുടെ മുന്നിലേക്ക് കൊടുക്കുന്നു, അല്ലെ? എന്നിട്ട് ആ മാംസം ഉണ്ടാക്കിയിട്ട് ദേവത വന്ന് തിന്നുന്നൊന്നുമില്ല, അവിടെ കൂടിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അത് കഴിക്കുന്നത്, അല്ലേ? അതെ. അപ്പൊ പിന്നെ അതിലെന്താ ദുരാചാരം വരുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം ഇതൊരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു രീതിന്റെ മാത്രമാണുള്ള പ്രശ്നം വരുന്നത്, അല്ലേ? പക്ഷെ പിന്നീട് ആ ദേവത മനുഷ്യരക്തം ചോദിച്ചാലോ? നിങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാൻ പറ്റുന്നതല്ലേ ചോദിക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അതേ നാട്ടിൽ തന്നെയല്ലേ നരബലി നടന്നത്? നരബലി നടന്നത് ഇതേ നാട്ടിൽ തന്നെയല്ലേ? ആണ്. അതും ഈ ദേവത ചോദിച്ചിട്ടല്ലേ? ദേവത ചോദിച്ചിട്ടാണെന്നുള്ള സങ്കല്പം തന്നെയല്ലേ? ദേവത നിങ്ങളോട് കോഴിയെ വെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ ആ ചെയ്തു കൊടുക്കുന്നത്. കാരണം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഗുരുതി ചെയ്യുന്നത് ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോഴല്ലേ ചെയ്യുന്നത്, അല്ലേ? ഈ യുദ്ധത്തിന് പോകുമ്പോൾ ഗുരുതി കൊടുക്കുന്നതിന്റെ കാരണം എന്താ? ഒരു ജീവൻ കൊടുത്ത് മറ്റൊരു ജീവനെ സംരക്ഷിക്കുക. രക്തം കണ്ടിട്ടുള്ള മനസ്സിന്റെ ഭയത്തിനല്ലേണ്ടൊക്കെ ഭയം മാറ്റാനാണ് ഗുരുതി കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്രയാണ്. അതിൽ തെറ്റുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഈ രക്തം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവില്ല, അല്ലേ? ഇപ്പം കൂടുതൽ ആദ്യം പോക്കറ്റ് അടിച്ച് പിന്നെ ജയിലിൽ പോയി വന്നവൻ പിന്നെ എന്ത് കാണിച്ചിട്ടാലും ജയിലിൽ പോണതിനൊന്നും പേടിയില്ല, അല്ലേ? അതിന്റെ ആ ഭയം മാറി. പോലീസ് സ്റ്റേഷൻ ഇത്രയേ ഉള്ളൂ, ജയിൽ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇന്നിപ്പോ ജീവിക്കുന്നതിൽ ഏറ്റവും സുഖം ജയിലിൽ കിടക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഒരാടിനെ നമ്മളെല്ലാവരും കൂടി കുറച്ച് ആളുകൾ കൂടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു ആടിനെ മേടിച്ച് കണ്ടിച്ച് നമ്മളൊന്ന് ബിരിയാണിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ചെയ്യാണെന്ന് തീരുമാനിച്ചു. അത് വെട്ടുന്നവൻ ഇപ്പം ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അവന്റെ ദേവനെ വിചാരിച്ചും കണ്ടത് വെട്ടി, അത് ആ ദേവതയ്ക്ക് സങ്കല്പം ചെയ്തു, നമുക്ക് തരുന്നു. എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലേ? ഇപ്പം കോഴിക്കടയിൽ വെട്ടുന്നതൊക്കെ ബിസ്മിയിലിട്ട് ആചാരം അനുസരിച്ചാണ് വെട്ടുന്നത്, അല്ലേ? അത് ആ ദേവതയ്ക്ക് സങ്കല്പം ചെയ്തുകൊണ്ട് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. അതെ. എന്നിട്ട് ആർക്കാ പ്രശ്നം? അതും ഒരു ഗുരുതിയാണ്. അത് ഗുരുതിയല്ലേ? ദേവന്റെ പേര് വിളിച്ചുകൊണ്ട് ദേവൻ അർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പം കൊണ്ട് നമ്മൾ അറക്കുന്ന ഒരു സാധനത്തിന് അത് ഗുരുതി തന്നെയല്ലേ? അതിലെന്താ വ്യത്യാസം? എന്താ
പിന്നെ ആ പരിവേഷം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. നമ്മളൊരു ദേവത മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കാണിച്ച് അതിന്റെ മുന്നിൽ കുറച്ച് എക്സ്ട്രാ ചെയ്ത് കുറച്ച് പടുകയും കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവന്റെ മനസ്സുകൊണ്ട് അവൻ എന്താ ചിന്തിക്കുന്നത്? ദൈവത്തിന് സമർപ്പിക്കുന്നു. അല്ലേ? അപ്പൊ പിന്നെ അവിടെ എന്താ വ്യത്യാസം? ഞാൻ ചോദിച്ചതിനുള്ള കാര്യം മനസ്സിലായല്ലോ.